ഇവിടെ റേസ് ടു ക്ലിഫ് ഹൗസ് അതാണിപ്പോൾ നടക്കാൻ പോകുന്നത് അല്ലേ? 6 മാസം കഴിഞ്ഞാൽ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഞാൻ കരുതുന്നത് ഈ മുഖ്യമന്ത്രി കസേരയിൽ കണ്ണുള്ള മറ്റു നേതാക്കളെ പോലെ ശശി തരൂരിനും അതിലൊരു കണ്ണുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് ഒക്കെ നടന്നിട്ടുള്ള പല അവസരങ്ങളിൽ, പല അഭിമുഖങ്ങളിലൊക്കെ 2021 ശേഷമുള്ള അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളിൽ, 21 ശേഷം ആട്ടോ ഈ മോഹം തുടങ്ങിയത്. 2021 കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാതിരിക്കുകയും തുടർഭരണം കിട്ടുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം പല അവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. 6 മാസം മാത്രം ഇവിടെ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇവരെ കുറ്റം പറയുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇത് ചർച്ചയാക്കുന്നത് കോൺഗ്രസ് തന്നെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത നീക്കമാണ്. അങ്ങനെയും അതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നു. KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ നിന്ന് വന്ന് ഇവിടെ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും തന്റെ മുന്നിലുള്ള എതിരാളികളിൽ ഒരാൾ കൂടി കൃത്യമായി കൂടുകയാണെന്ന് ശശി തരൂർ തിരിച്ചറിയുകയാണ്. അപ്പോൾ പരമാവധി ഇറിറ്റേഷൻ ഉണ്ടാക്കുക, അത് മാത്രമാണ് ഈ ലേഖനത്തിന്റെ ലക്ഷ്യമല്ലാതെ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒരു ലേഖനമാക്കി എഴുതാൻ, അത് തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അത്രയ്ക്ക് റിസർച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് എഴുതി തീർക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയിരിക്കുന്നത്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും കിട്ടുന്ന ഡേറ്റയെ അതിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് പഠിച്ചെഴുതേണ്ട സാധനങ്ങളൊന്നും അതിൽ ഉണ്ടായിട്ടുമില്ല. ഇതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണെന്നതാണ് എൻ്റെ അഭിപ്രായം. കുഴപ്പത്തിലാക്കാനാണ് നോക്കിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ മിണ്ടാൻ പറ്റാത്ത ആശയക്കുഴപ്പത്തിലാണ് എന്നതാണ് എൻ്റെ ടേക്ക്.